ഇനി നമുക്ക് ഫുള്ള് ഓഫ് റോഡാണ് കേട്ടോ. യെല്ലോ ഹെഡ് ഹൊറാൻഡി ആണ് കേട്ടോ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു അടിപൊളി പർച്ചേസൊക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ട് ആള്? സൂപ്പർ അല്ലേ? ഞാനോട്ടെ അവിടെ പൊരിഞ്ഞാടി. സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഇവിടെയാണ് പുള്ളി വന്നത്. കൈ മുറിഞ്ഞ കേട്ടോ, അത് നല്ലൊരു മുറിവ് കിട്ടി. അപ്പോൾ ഇന്നാ പിടിച്ചോ, നാളെ ഇഷ്ടപ്പെട്ടോ നിധി? നമ്മുടെ വീട്ടിലോട്ടെത്തി. സമയം വന്നിട്ട് 9:23 കേട്ടോ. ഒരു വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു അടിപൊളി പർച്ചേസൊക്കെ കഴിഞ്ഞ് കുറേ സ്ഥലത്തൊക്കെ പോയിട്ട് എത്തി. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, നിധി ഉണ്ട് കേട്ടോ. അപ്പോൾ നിധി ഗേറ്റ് തുറക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി. എവിടെ പോയി നിങ്ങൾ വിചാരിക്കും, ഇന്ന് കുറേ കറങ്ങി കേട്ടോ. രാവിലെ തൊട്ട് തുടങ്ങിയ കറക്കമാണ്. രാവിലെ മോൺസ്റ്റർ ഫിഷ് എന്നെ കടിച്ച സമയം മുതൽ നിധി ഉണ്ട് ഇവിടെ. അപ്പോൾ നിധിയെ കാണിച്ചപ്പോൾ ഒരു സാധനം നിങ്ങൾ കണ്ടു കാണും. ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് റൗണ്ടായിട്ടൊന്ന് കണ്ടിട്ട് വാ, നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ പോയെന്നല്ലേ. ഇന്ന് നിധിയുടെ ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മൾ പോയ സ്ഥലം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കറങ്ങിയിട്ടൊന്ന് വാ. ഈ പർച്ചേസിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ മോട്ടർ ടാങ്ക് ഇങ്ങോട്ട് വന്നേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ അവർക്ക് ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഒരു പർച്ചേസ് ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതിനു മുന്നേ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. നിധി രാവിലെ മുതലേ പറയുന്ന ഒരു സ്ഥലം. എവിടെയാണ് നിധി? യെസ്. അപ്പോൾ നമ്മൾ പൊന്മുടി പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പൊന്മുടി പോകുന്നതിൻ്റെ കൂട്ടത്തിൽ പൊന്മുടി പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി ആ വഴിയെ നേരെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നേരെ നമ്മൾ തിരിച്ച് വീട്ടിൽ വരും കേട്ടോ. ഫുഡ് കൊടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ ആൾക്കാർ പട്ടിണിയായി പോവും. ഫുഡ് എടുത്തപ്പോൾ തന്നെ എല്ലാവരും ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരാൾ ഇത് നമ്മളെ ഒറാൻഡയാണ്, യെല്ലോ ഹെഡ് ഹൊറാൻഡി ആണ് കേട്ടോ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പീക്കോക്കാണേ. ഇവിടെ വാ. പീക്കോക്ക് മാത്രമല്ല, ഓസ്കാർ നിൽപ്പുണ്ട്. വാ, വേണോ? കാണാൻ പറ്റുന്നുണ്ടോ എന്തി? ഓ ഉപ്പു. എൻ്റെ അമ്പോ, അവ ഇങ്ങനെ അഗ്രി ചെയ്യാൻ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഓ, അഗ്രഷൻ കളിച്ചോ? എന്റെ കയ്യിലൊന്ന് കടിച്ചേട്ടോ. അതേ മുറിഞ്ഞ്, കണ്ടോ? മുറിഞ്ഞ് കൊടുത്തേക്കാം. വാ. ഓക്കെ, പിടിച്ചു. രണ്ടാമത്തത്. ഓ, മൂന്നാമത്തെ. ഓക്കെ, നാലാമത്തെ. ഓക്കെ, അതന്നെ ഒന്നോ, അവൻ തന്നെ തിന്നട്ടെ. ഓക്കെ, അപ്പോൾ ഇത് അടച്ചേക്കാം. ഓ, കൈ മുറിഞ്ഞ കേട്ടോ, അത് നല്ലൊരു മുറിവ് കിട്ടി. വേണ്ട. ഓ, വീട്ടിൽ നേഴ്സ് തന്നെ ഉള്ളത് കൊണ്ട് അതിന് വേറെ പേടിക്കണ്ട. എനിക്ക് വേണം ഇവിടെ മനഃപൂർവ്വം എനിക്കിട്ട് പനി വരുമ്പോൾ കുത്തയാണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇഞ്ചക്ഷൻ എടുക്കുകയാണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. നിനക്ക് നേരിട്ട് എൻ്റെ അടുത്ത് വൈരാഗ്യം തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഇഞ്ചക്ഷൻ മേടിച്ചിട്ടായി ഒന്ന് പറഞ്ഞ് രണ്ട് നേരെ ഇഞ്ചക്ഷൻ അത് മാത്രമേ ഉള്ളൂ. ഇത് അടച്ചില്ല പിടിച്ച്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ പൊന്മുടിയിൽ നേരെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ഓഫ് സ്കിപ്പ് ചെയ്യാൻ ഫുൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പൊന്മുടിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഞാൻ ഒരു കാഴ്ച കണ്ടു, ഞാൻ കാണിച്ചു തരാം. കൂളാണ് കേട്ടോ, നൈസ് ആയിട്ടുണ്ട്, നൈസ് വർക്ക് കേട്ടോ ഇത്. ഞാൻ ഫ്രണ്ടിലോട്ട് ഇറക്കി എൻ്റെ ഫേസ് ഒന്ന് കാണിച്ചു തരാം. നൈസ് കേട്ടോ. പയ്യന്മാരുമായിട്ട് വന്നപ്പോൾ നേരെ കാണുന്ന ഇപ്പം അത് ഒരു ഡിവൈഡർ ഉണ്ടല്ലേ, ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടില്ലേ നേരെ, അത് ഇടിച്ചോണ്ടിട്ടുണ്ട് നമ്മൾ കൊണ്ട്. ഇതൊരു പുതിയ ഒരു ഗവൺമെന്റ് വെച്ചതായിരുന്നു. പയ്യന്മാരെല്ലാം കൂടി ബൈക്കിൽ വന്ന സമയത്ത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് അതൊരു ആലോചിക്കുമ്പം ഒരു തമാശയായിട്ടൊക്കെ തോന്നും. പണ്ടത്തെ ലൈഫ് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10 വർഷം ബാക്കാണെന്ന് തോന്നുന്നു കേട്ടോ. അത് അത്രയും പഴയതാണ് ആ മെമ്മറീസൊക്കെ. ഇവിടെ മൊത്തം ഒരു ചെക്കിംഗ് ഉണ്ട് കേട്ടോ. വെൽക്കം ടു പൊന്മുടി. അടിപൊളി. അപ്പോൾ അതെ, ഒന്ന് ഇരുട്ടി തുടങ്ങി. ക്യാമറയുടെ ആ ഒരു വെട്ടം മാറി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. Is this really happening? I can't believe it's true.
I'm just as surprised as you. Is this really happening? I can't be too sure, but one ഒരാളെ കാണിച്ചു തരാം. എന്ത് ചെയ്തോ നോക്കിയേ, ഒരാള് എന്തേ പേനൊക്കെ കൊന്നിരിപ്പുണ്ട് അവിടെ. ഞാൻ കൂടെ അവിടെ പൊരിഞ്ഞാടി. അപ്പൊ നമ്മള് ഏകദേശം ഒരു 12ാമത്തെ ഹെയർ പിൻ ആയിട്ടോ. ബാക്കിലോട്ടുള്ള ക്യാമറ നോക്കിയാ അവിടെ ഉണ്ട് ആൾക്കാർ. എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് പോവാം. കറുപ്പുസ്വാമി ക്ഷേത്രം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഉത്സവത്തിന്റെ അന്ന് അന്നദാനം ഉണ്ട്. ആ ഓക്കെ 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 ആയിട്ടുണ്ടേ. ഓ അതാണ് ക്ഷേത്രം. ഇത് നമ്മുടെ PWD റെസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. ഇത് ചെറിയ എമൗണ്ടേ ഉള്ളൂ കേട്ടോ. ഞാനും ഫ്രണ്ടുമായിട്ട് എൻ്റെ ഫ്രണ്ടിന് ഒരു സിനിമ എഴുതാൻ വേണ്ടി, ആ സിനിമ ഇറങ്ങിയായിരുന്നു, സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഇവിടെയാണ് പുള്ളി വന്നത്. അപ്പോൾ പുള്ളിയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കി. ഏകദേശം ഒരാഴ്ച ഞാനും പുള്ളിയായിട്ട് ഇവിടെ സ്റ്റേ ആയിരുന്നു. ആ ഫിലിം ഇറങ്ങിയൊക്കെ ചെയ്തു. ഫിലിമിൻ്റെ പ്രൊമോഷൻ അല്ലാത്തതുകൊണ്ട് ഫിലിമിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല ഇതിൽ. ഓക്കെ, അതൊക്കെ ഏകദേശം ഒരു 3 വർഷം ബാക്ക് ആയിരുന്നു. 200 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക്. നമുക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇല്ല നമുക്ക് നോർമൽ ആൾക്കാർക്കും പറ്റും. ഗവൺമെന്റ് തന്നെ വരണമെന്നില്ല. അതെ, നമ്മള് പൊന്മുടിയിലോട്ട് പോണ വഴിക്ക് ഒരു സൈഡിലോട്ട് ഡീവേറ്റ് ചെയ്തു കേട്ടോ. അവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. അതെ നോക്കിക്കോ. ആ വേണ്ട, ആ ഒരു വ്യൂ ഉണ്ടോ? നൈസ്, അടിപൊളി. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഇട്ട് വളയ്ക്കാം. താഴോട്ട് മൊത്തം നമുക്ക് എസ്റ്റേറ്റും പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഫാക്ടറിയാണ് കേട്ടോ. അങ്ങോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഇട്ട് വളയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ ആ ലാൻഡ്സ്കേപ്പ് കണ്ടോ ഫുള്ളായിട്ട്? അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു വ്യൂ കണ്ടോ? അങ്ങോട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ വഴിയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി പൈനാപ്പിൾ വേണ്ട ചേച്ചി, മാങ്ങ ഉപ്പിലിട്ടത് വാങ്ങിച്ചു കേട്ടോ. വണ്ടി നിർത്തുന്നത് ഇവിടെ നിർത്തിയാൽ മതിയോ? ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരട്ടെ. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have to. നമ്മുടെ മുകളിൽ വണ്ടി ഇട്ടു. ഇത് കണ്ടോ, മൊത്തവും പാർക്കിംഗ്, ഇഷ്ടം പോലെ കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല തിരക്കായിരിക്കും. വേറെ മഞ്ഞൊന്നുമില്ല. ഇതോ അങ്ങ് നോക്കിക്കോ, നല്ല പോലെ നമുക്ക് മലകളെല്ലാം കാണാം. അപ്പോൾ നമുക്ക് ഇത് അവിടെ പോകണോ ഇവിടെ പോകണോ? ഓക്കെ, കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. ഞാൻ മാത്രമല്ല കയറുന്നത്, ഇതിനെയും കൂടി ഞാൻ പിടിച്ച് കയറ്റണം. അയ്യോ, രാവിലെ വന്ന് വീണ് കാലൊക്കെ മുറിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ വന്ന് വീണല്ലേ അടി, ഇവിടെ വീണാൽ നീ അങ്ങ് താഴെ ചെന്ന് കിടക്കും. ഈ മലയിൽ നിന്ന് ഇറങ്ങി നേരെ ആ കാണുന്നത് ആ ടോപ്പിലോട്ടാണ് നമ്മൾ എത്താൻ വേണ്ടി പോകുന്നത്. വഴിയേ നടന്ന് ഇനി നമുക്ക് ഫുള്ള് ഓഫ് റോഡാണ് കേട്ടോ, അങ്ങ് മകൾ വരെ. ആ സ്കൈ ഉണ്ടോ, ഭയങ്കര രസമല്ലേ? Life lessons come one in a dozen. The other 11 get something from nothing. Life lessons come one in a. എന്നിട്ട് 5:35 കേട്ടോ. കണ്ടോ, ഓഫ് എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. ഇപ്പം നമ്മൾ ഇറങ്ങിയാണ്. അതെ, നിധി അപ്പുറത്ത് നിൽപ്പുണ്ട്. ആ ലൈൻ നോക്കി ആയിട്ടുണ്ടല്ലേ അത്. ഇത് തന്നെ ഒരു കിടിലം വ്യൂ കേട്ടോ, സൂപ്പറായിരിക്കുന്നു. അങ്ങോട്ടൊക്കെ നോക്കിക്കേ, നൈസല്ലേ? ആകാശം നോക്കിക്കേ. ഓ ഓക്കെ, അപ്പോൾ അതെ നമ്മൾ ഇറങ്ങി. Life lessons come one in a dozen. The other 11 get something from nothing. Life lessons come one in a dozen. The other 11 get something from nothing. നമ്മൾ ഇറങ്ങിയ കേട്ടോ. ആ വഴി ഉണ്ടോ, നൈസല്ലേ? അങ്ങനെ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. സൂര്യനെ കണ്ടോ,
വരണ വഴിക്ക് നമ്മൾ വണ്ടി ചവിട്ടി കേട്ടോ. ആകാശം നോക്കിക്കേ, എനിക്ക് ആകാശം എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. നിധി അത് നോക്കിക്കേ, ഓ ഭയങ്കര രസം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു കടയിൽ നിന്ന് കോഫിയും പിന്നെന്തൊന്നുണ്ട്, ബ്രെഡ് ഓംപ്ലേറ്റും അതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ പോവാ. പൊന്മുടിയിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു സ്ഥലത്തെത്തി കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. കുറച്ച് ഇരുട്ടിപ്പോയി. ഒരു വീട്ടിലാണ്, ഒരു അക്യൂറിയം നടത്തുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ നമ്മളെ വണ്ടിക്കകത്തോട്ട് കയറി ഒരു സ്ഥലത്ത് വന്നത് നിധിയുടെ കയ്യിലൊരു സാധനം നമ്മൾ മേടിച്ചേക്കുകയാണ് കേട്ടോ. അതെ, നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നേക്കുന്നതാണ്. എങ്ങനെയുണ്ട് ആള്? സൂപ്പർ അല്ലേ? അവൻ കരയുന്നുണ്ടല്ലേ? ഓക്കെ അതിൻ്റെ അടുത്ത് കരയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വീടെത്തട്ടെ. യെസ്, അങ്ങനെ അതെ ഇറങ്ങി കേട്ടോ. അപ്പം നിധി ദേ അവിടെ നിൽക്കുന്നുണ്ട്. ലക്കി എന്തിയേ? ലക്കിയേ എവിടെ പോയി? പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന സാധനം. ബാ നിധിക്ക് ബാ. പിടിച്ചോയെ. യെസ്, അടച്ചോ. ഓക്കെ, അപ്പോൾ എന്നാ പിടിച്ചോ. നാളെ ഇഷ്ടപ്പെട്ടോ നിധി? സൂപ്പറാണോ? നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പോൾ അതെ ആൾ അതിൻ്റെ അകത്തായിരുന്നു. ഭയങ്കര കാര്യം. പോയ ഉടനെ ഫുഡ് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ, പർച്ചേസ് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടോ. ഇത് നമ്മളെ ആക്ച്വലി ഒരു യാത്രാ വീഡിയോ പോലെ ആയല്ലേ. ഒരുപാട് വിഷ്വൽസൊക്കെ നമ്മൾ എടുത്തത്, അതും ഇതും എല്ലാം കൂടി മിക്സ് ചെയ്താൽ ഭയങ്കര ബോറായിരിക്കും. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതൊരു ബൈ നിധി, ബൈ.